തന്നെ നമ്മൾ മോഡ്യൂൾ 5 and 6 വരുന്ന ഇൻ്റഗ്രേഷൻ, അതായത് കുറച്ച് ഇൻ്റഗ്രൽ ചെയ്യാനുണ്ട്. അപ്പോൾ അതാണ് പറയുന്നത്. അതായത് ശരിക്കും പറഞ്ഞാൽ മോഡ്യൂൾ 5 വേവിക്കേഷനും അതുപോലെ മോഡ്യൂൾ 6 ഹീറ്റിക്കേഷനുമാണ് വരുന്നത് കേട്ടോ. ഇപ്പോൾ മോഡ്യൂൾ 5 വേവിക്കേഷൻ്റെ വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. നമ്മുടെ ക്ലാസ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളിപ്പോൾ റിവിഷനല്ലേ നോക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലെ വീഡിയോസ് ഞാൻ റെക്കോർഡ് ഉണ്ടെന്ന് വിചാരിക്കുന്നു. അത് നോക്കട്ടെ, കിട്ടുകയാണെങ്കിൽ അത് അപ്ലോഡ് ചെയ്യാം, അതിൻ്റെ സ്റ്റെപ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യാം. ഇപ്പോൾ തൽക്കാലം നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആ വേവിക്കേഷൻ്റെ പ്രോബ്ലം ചെയ്യുമ്പോൾ ഏകദേശം ഒരു ഇക്വേഷൻ, നമ്മൾ ഡി എന്ന് എഴുതുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഡി വരെ എല്ലാ ക്വസ്റ്റ്യനിലും ചെയ്യണം. അതിനുശേഷമുള്ള ഒരു സ്റ്റെപ്പ് ഉണ്ട് ഒരു ഇൻ്റഗ്രേഷൻ്റെ. ആ ഇൻ്റഗ്രലിൽ മാത്രമാണ് ബാക്കി ഓരോ പ്രോബ്ലത്തിലും മാറി മാറി വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഡൗട്ട് ചോദിച്ചത് ആ ഇൻ്റഗ്രലിൽ കുറച്ച് ഇതേപോലെ വലിയ ഫംഗ്ഷൻ വരുമ്പോൾ എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാമെന്നാണ്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൽ വരുന്ന ഇൻ്റഗ്രേഷൻ മാത്രമേ ഇപ്പോൾ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ശരിക്കുള്ള ക്ലാസ് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, അത് അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇപ്പോൾ ചെയ്യുന്നത് എന്താണ്, അതിൻ്റെ ഇൻ്റഗ്രേഷൻ മാത്രമാണ് നോക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഇൻ്റഗ്രേഷൻ നോക്കുകയാണ്. ഇപ്പോൾ വേവിക്കേഷൻ്റെ ക്വസ്റ്റ്യൻ ആണ് ഇതിൽ. ഈ ക്വസ്റ്റ്യൻ തന്നേക്കണത് ഇറ്റ് ഈസ് വേവിക്കേഷൻ്റെ പ്രോബ്ലം. ഇങ്ങനെ ഞാൻ ഫുള്ളൊന്നും പറയുന്നില്ല, ആ ഫംഗ്ഷൻ മാത്രം എടുത്തെഴുതിയേക്കാണ്. ഇറ്റ് ഈസ് ഗിവൺ ബൈ വെലോസിറ്റി ഗിവൺ ബൈ എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് വെലോസിറ്റി തന്ന ക്വസ്റ്റ്യൻ ആണ്. വെലോസിറ്റി ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയാണ് തന്നേക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ ശരിക്കും പറഞ്ഞ മീനിങ് എന്താണെന്നറിയോ, ഈ ഫംഗ്ഷന് രണ്ട് വാല്യൂ ഉണ്ട്. ഈ ഫംഗ്ഷന് രണ്ട് വാല്യൂ ഉണ്ട്. ഒരു വാല്യൂ എക്സ് ആണ്. ആ എക്സ് വരുന്ന ലിമിറ്റ് എത്രയാണ്? 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 10. 0 to 10 വരെയാണ് എക്സ് വരുന്നത്. ദെൻ അടുത്ത ലിമിറ്റ് എത്രയാണ്? 20 - x എന്നല്ലേ പറഞ്ഞ ദിവ്യ? 20 - x ആണ് അല്ലേ? ഹലോ, 20 - x ആണ്. 10 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 20. ഓക്കെ, അതിപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ത് വന്നാലും കുഴപ്പമൊന്നുമില്ല. ഇതാണ് ആ ഒരു ക്വസ്റ്റ്യൻ തന്നേക്കണം. അപ്പോൾ ഫംഗ്ഷനെ രണ്ടാക്കി മാറ്റിയേക്കാം. നമ്മൾ ഇതുവരെ ചെയ്ത ക്വസ്റ്റ്യനൊക്കെ ഒരൊറ്റ ഫംഗ്ഷൻ മാത്രമേ ഉള്ളപ്പോൾ ഒരു UV റൂൾ ചെയ്താൽ മതിയായിരുന്നു. ഇവിടെ രണ്ട് ഫംഗ്ഷൻ ഉണ്ട്. ഫംഗ്ഷനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തേക്കാണ്. ഓക്കെ, ഫംഗ്ഷനെ നമ്മൾ എന്ത് ചെയ്തേക്കാണ്? സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തേക്കാണ്. അപ്പോൾ വേവിക്കേഷൻ്റെ പ്രോബ്ലത്തിൽ ആ ഇൻ്റഗ്രേഷനാണ് ഞാൻ പറയുന്നത്. അപ്പോൾ തൽക്കാലം ബാക്കിയുള്ള സ്റ്റെപ്പ് ഒന്നും പറയുന്നില്ല. ഈ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുമ്പോൾ ക്വസ്റ്റ്യൻ്റെ L പറയുന്നുണ്ട്, ലെങ്ത് ഓഫ് ദ സ്ട്രിങ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ലെങ്ത് ഓഫ് ദ സ്ട്രിങ് 20 ആണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് ലിമിറ്റ് 0 to 20 വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ വേവിക്കേഷൻ്റെ ഫോർമുല എഴുതാണ്. അതിൻ്റെ ഇൻ്റഗ്രലിൻ്റെ ഫോർമുല മാത്രമാണ് എഴുതുന്നത്. CN കാണുന്ന ഇൻ്റഗ്രലിൻ്റെ ഫോർമുലയാണ്. ചില ടെക്സ്റ്റ് ബുക്കിൽ AN ആണ്, ചിലതിൽ BN എന്ന് പറയുന്നുണ്ട്. ഞാൻ തൽക്കാലം CN എന്ന് പറഞ്ഞേക്കണേ. CN ഈക്വൽ ടു ഫോർമുല ഇതാണ്, 2/n/a. നമ്മൾ CN വെലോസിറ്റി വരുന്ന കേസിൽ കേട്ടോ, വെലോസിറ്റി വരുന്ന കേസിൽ മറ്റേതിൽ 2/l എന്നായിരുന്നു. 2/l എന്നായിരുന്നു ഫോർമുല. പക്ഷെ വെലോസിറ്റിക്ക് വരുന്ന കേസിലെ ഫോർമുല ഇതാണ്, 2/n/a ഇന്റഗ്രൽ 0 to L f of x into sin n/x/l dx. അതിൽ ചെറിയൊരു പ്രശ്നം വരും കേട്ടോ. ആദ്യമായിട്ട് വേവിക്കേഷൻ്റെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇത് ഞെട്ടിപ്പോകരുത്. സിമ്പിൾ ഇൻ്റഗ്രേഷൻ ആണ്, കാണാൻ കുറച്ച് വലുപ്പമുണ്ടെന്നുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് കാണാനുള്ള ഫോർമുല? CN കാണാനുള്ള ഫോർമുല. ഇത് വെലോസിറ്റി അല്ലാത്ത സാധാ ടൈപ്പ് ആണെങ്കിൽ ഈ n/a അവിടെ L 2/l എന്നാണ് മാറുക. ബാക്കി ഇൻ്റഗ്രേഷനൊക്കെ സെയിം ആണ്, ചെയ്യേണ്ട രീതികളൊക്കെ സെയിം ആണ്. ലിമിറ്റിൻ്റെ ഫ്രണ്ടിൽ 2/n/a എന്നായിരിക്കില്ല, 2/l എന്നായിരിക്കും കേട്ടോ. അത് മാത്രമാണ് വെലോസിറ്റിയുടെ പ്രോബ്ലം മറ്റൊന്നും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ ആണോ? ഈക്വൽ ടു സബ്സ്റ്റിറ്റ്യൂട്ടിനേക്കാൾ മുമ്പ് എല്ലിൻ്റെ വാല്യൂ എന്ന് കൊടുക്കുന്നു. ഇങ്ങനെ വരുന്ന പ്രോബ്ലത്തിൽ ഞാൻ L ലാസ്റ്റ് കൊടുത്താൽ മതി ഞാൻ നിങ്ങളോട് പറഞ്ഞത് അല്ലേ. പക്ഷെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്ന പ്രോബ്ലത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? എല്ലിൻ്റെ വാല്യൂ ആണ് നമ്മളോട് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എഴുതാണ് 2/n/a ഇന്റഗ്രൽ 0 to 20 f of x into sin n/x/20 dx. L കാണുന്ന സ്ഥലത്തൊക്കെ ഞാൻ എന്ത് കൊടുത്തു? ആ 20 ഇട്ട് കൊടുത്തു. ഓക്കെ ആണോ? L കാണുന്ന സ്ഥലത്ത് നമ്മൾ എന്ത് കൊടുത്തു? 20 ഇട്ട് കൊടുത്തു. ഓക്കെ, ഇനിയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പറയുന്നത്. എന്താണെന്നറിയാം ക്വസ്റ്റ്യൻ ചെയ്യുന്നത്? ഈ 0 to 20 വരെയുള്ള ഫംഗ്ഷൻ f of x അവർ രണ്ടാക്കി സ്പ്ലിറ്റ് ചെയ്തേക്കാണ്. നോക്കുക, 0 to 20 0 to 10 വരെ എന്ത് കൊടുക്കുക? നമ്മൾ x കൊടുക്കുക. 10 to 20 വരെ എന്ത് കൊടുക്കുക?
10 to 20 വരെ 20 മൈനസ് എക്സ് എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ സ്റ്റെപ്പ് എഴുതുന്നുണ്ട്. ഈക്വൽ ടു തെറ്റത്തുനിന്ന് എഴുതിക്കളോടെ വലിയൊരു ഇൻറ്റഗ്രേഷൻ ആണ്. 2/n/a ഒരു സ്ക്വയർ ബ്രാക്കറ്റ് കണ്ടിട്ട് കൊടുത്തു. എന്നിട്ട് എഴുതാണ് 0 to 10 വരെ എഫ് ഓഫ് എക്സിന്റെ സ്ഥാനത്ത് എന്ത് കൊടുത്തു? എക്സ് എന്ന് കൊടുത്തു. എക്സ് ഇൻറ്റു സൈൻ n/20 എക്സ്. ഓക്കെ ആണോ? 0 to 10 വരെ ആരാണ്? എക്സ് ആണ്. പ്ലസ് ഇൻ്റഗ്രൽ 10 to 20 എക്സിന്റെ സ്ഥാനത്ത് എന്ത് എഴുതി? 20 മൈനസ് എക്സ് ഇൻറ്റു സൈൻ n/x/20 dx എന്ന് കൊടുത്തു. ഓക്കെ, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ്? 0 to 20 വരെ എന്ത് ചെയ്തു? 0 to 10 വരെ എക്സും 10 to 20 വരെ എന്ത് കൊടുത്തു? 20 മൈനസ് കൊടുത്തു. കാര്യം മനസ്സിലായ? ഫംഗ്ഷൻ എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടതെന്ന്. ഈ ഒരു ഫംഗ്ഷൻ ഇങ്ങനെ വെറൈറ്റി മോഡൽ തന്നാൽ എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലായോ? ഇനി സാധാ ഇൻ്റഗ്രേഷൻ 2 പ്രാവശ്യം ചെയ്യണമെന്ന് മാത്രം. ഒരിക്കൽ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ കിളി പോലെ അത്രയും വലിയ ഇൻ്റഗ്രേഷൻ ആണ്. അത് 2 പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്യണം? UV റൂൾ അപ്ലൈ ചെയ്യണം. ഓക്കെ ആണോ? ഇതുവരെ എഴുതിയോ? ഓക്കെ, മനസ്സിലായല്ലോ? വേറെ ഒന്നും ചെയ്യാനില്ല കേട്ടോ. ഇനി ഇതിലും UV റൂൾ ചെയ്യാം, ഇവിടെയും നമ്മൾ എന്ത് ചെയ്യണം? UV റൂൾ അപ്ലൈ ചെയ്യണം. അതോടുകൂടി പ്രോബ്ലം കഴിഞ്ഞു. വേറെ ഒന്നും ചെയ്യാനില്ല, കുറച്ച് ക്ഷമിച്ചിരുന്ന് ചെയ്യാം. കാരണം രണ്ടും ലെങ്ത് കൂടുതലാണ്. അപ്പോൾ ഇതിൽ ഞാൻ ആദ്യം UV റൂൾ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതാണ് 2/n/a എന്നിട്ടു ബ്രാക്കറ്റ് ഇട്ടു. UV റൂളാണ്. ഇത് യുവും ഇത് വിയും എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഫൊറിയർ സീരീസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. uv1 ഫസ്റ്റ് ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് പിന്നെ ഫസ്റ്റത്തെ ഡെറിവേറ്റീവ് രണ്ടാമത്തെ ഇൻ്റഗ്രൽ വീണ്ടും ഫസ്റ്റത്തെ ഡെറിവേറ്റീവ് രണ്ടാമത്തെ ഇൻ്റഗ്രൽ അങ്ങനെ പോകട്ടാ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ എടുക്കുകയാണ്. എക്സ് ഇൻറ്റു രണ്ടാമത്തെ ഇൻ്റഗ്രലാണ് സൈൻ്റെ ഇൻ്റഗ്രൽ മൈനസ് കോസ് n/x/20 ബൈ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അതിനുള്ളിലുള്ള കോൺസ്റ്റൻറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം ബൈ n/20. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇതാണ് ചെയ്യുന്നത്, അത് തൊട്ടിട്ടില്ല. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഇട്ടു മൈനസ് ഫസ്റ്റത്തെ ഡെറിവേറ്റീവ് 1 ഇൻറ്റു ഇതിന് വീണ്ടും ഇൻ്റഗ്രൽ. അപ്പോൾ മൈനസിൻ്റെ അവിടെ ഇട്ടു. കോസിൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? സൈൻ n/x/20 ബൈ അതിൻ്റെ കോൺസ്റ്റൻറ്റ് ഇത് ഒരിക്കൽ കൂടി വരും. അപ്പോൾ എന്താ വരിക? n²π²/20². ഓരോ ടൈമും വീണ്ടും വരികയാണ്. അപ്പോൾ ഫസ്റ്റത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. അതിൻ്റെ ലിമിറ്റ് 0 to 10 കഴിഞ്ഞിട്ടില്ല. പ്ലസ് രണ്ടാമത്തെ ഇൻ്റഗ്രൽ എടുത്തു. കാര്യം മനസ്സിലാവുണ്ടോ? ഫസ്റ്റത്തെ ഇൻ്റഗ്രൽ കഴിഞ്ഞു, അതിൻ്റെ ലിമിറ്റ് 0 to 10. ഓക്കെ, രണ്ടാമത്തെ ഇൻ്റഗ്രൽ എടുക്കണം. കുറച്ച് കേസ് എഴുതാം. രണ്ടാമത്തെ ഇൻ്റഗ്രൽ എടുക്കുകയാണ്. എത്രയാണ് അത് കേട്ടോ. അപ്പോൾ അതിൽ ഫസ്റ്റ് ഫംഗ്ഷൻ ആരാ? 20 മൈനസ് 6. 20 മൈനസ് 6 ഇൻറ്റു സൈൻ്റെ ഇൻ്റഗ്രൽ അവിടെ മൈനസ് കോസ് n/x/20 ബൈ n/20. ഓക്കെ ആണോ? മൈനസ് ഇതിൻ്റെ ഡെറിവേറ്റീവ് ആണ്. അപ്പോൾ 20യുടെ ഡെറിവേറ്റീവ് 0, എക്സിൻ്റെ ഡെറിവേറ്റീവ് 1. 20യുടെ ഡെറിവേറ്റീവ് 0, എക്സിൻ്റെ ഡെറിവേറ്റീവ് 1. വീണ്ടും ബ്രാക്കറ്റ് ഇട്ടു. വീണ്ടും മൈനസ് കോസിൻ്റെ വരെ മൈനസ് സൈൻ n/x/20 ബൈ n²π²/20². ലിമിറ്റ് 10 to 20. ഓക്കെ ആണോ? അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തത് 0 to 10 ഒരു ഇൻ്റഗ്രൽ, 10 to 20 ഇൻ്റഗ്രൽ. വലിയ സ്റ്റെപ്പാണ്, വലിയ പ്രോബ്ലമാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ചിരുന്ന് ചെയ്യാൻ ഞാൻ പറഞ്ഞിരുന്നു. ആദ്യത്തെ അരമണിക്കൂറിൽ നമ്മളെ വേവിക്കേഷനും ഹീറ്റിക്കേഷനും എഴുതി കഴിയണം. ഓക്കെ, ആദ്യത്തെ അരമണിക്കൂറിൽ വേവിക്കേഷൻ ഹീറ്റിക്കേഷൻ എഴുതി കഴിഞ്ഞാൽ നമ്മൾ പാസ്സാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് കുറച്ച് സ്പീഡിൽ ആദ്യത്തെ സ്റ്റെപ്പൊക്കെ എഴുതുക. ഇൻ്റഗ്രേഷൻ മാത്രം ഒന്ന് ശ്രദ്ധിച്ചിരുന്ന് ചെയ്യാം. ഇനി ഇത് ലിമിറ്റ് കൊടുക്കുന്നതിനേക്കാൾ മുമ്പ് ഒരു നല്ല നീറ്റായിട്ട് എഴുതുകയാണ്. ഞാൻ പറഞ്ഞിരുന്നു ഇൻ്റഗ്രേഷൻ ചെയ്യുന്നതിനേക്കാൾ മുമ്പ് മൈനസിനും പ്ലസിനൊക്കെ കളഞ്ഞ് ഒന്ന് നീറ്റായിട്ട് എഴുതിയിട്ട് ലിമിറ്റ് കൊടുത്താൽ മതി. ഈക്വൽ ടു 2/n/a എന്നിട്ടു. ഒരു പ്രത്യേകത ഉണ്ട് ഇവിടെ. ഞാൻ പറഞ്ഞ സന്ദീപ്സ് റൂൾ എന്ന് പറഞ്ഞിട്ട് ഞാൻ സൈനെ വെട്ടിക്കളയാൻ പറയുന്നില്ലേ, അതിവിടെ നടക്കില്ല കേട്ടോ. കാരണം ഇവിടെ 0 to 10 നോക്കില്ല. അവിടെ n/2 എന്നല്ലേ വരിക. 10 കൊടുക്കുമ്പോൾ എന്താ വരും നോക്കി വെക്കുക. എക്സിന് 10 കൊടുക്കുമ്പോഴേ 0 n/2 ആയി മാറും. അതുകൊണ്ട് നടക്കില്ല കേട്ടോ.
അപ്പോൾ ഞാൻ പറഞ്ഞ റൂളില്ലേ, നമ്മളെ എൻ്റെ സന്ദേശ് റൂൾ എന്ന് പറഞ്ഞിട്ട് ഞാൻ സൈന് കാണുന്ന വെട്ടിക്കളയാൻ പറഞ്ഞത്, അതവിടെ നടക്കില്ല. ഞാൻ പറഞ്ഞല്ലോ അതവിടെ നടക്കില്ല. കാരണം അവിടെ n π/2 എന്നാണ് ആയി പോവുക. n π/2 ആയതുകൊണ്ട് അത് നടക്കില്ല. ഓക്കെ, അപ്പം അതൊന്ന് ശ്രദ്ധിച്ചോളൂ. ഓരോ സ്റ്റെപ്പും അടിപൊളിയായിട്ട് നീറ്റായിട്ട് എഴുതന്നെ വേണം, നമ്മൾ തന്നെ എഴുതണം. അപ്പോൾ ആദ്യം മുതൽ ഫസ്റ്റ് ബ്രാക്കറ്റ് എഴുതാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് മൈനസ് ഉണ്ട് അല്ലേ, ഈ ഒരു ടൈമിൽ മൈനസിൻ്റെ ഫ്രണ്ടിൽ എഴുതി. ഇതേ ബൈ 20 ആണ് അല്ലേ. അപ്പോൾ 20/n/നെ ഫ്രണ്ടിലിട്ടു. 20/n/, ഇൻറ്റു എക്സ് ഇൻറ്റു ബ്രാക്കറ്റുകൾ അധികം വേണ്ട, കോസ് n/x/20 ഫസ്റ്റ് ടൈം എഴുതി. മൈനസ് മൈനസ് ഇത് പ്ലസ് ആക്കി, പ്ലസ് 20² n²π² ഫ്രണ്ടിലിട്ടു, ഇൻറ്റു മനസ്സിലായി, ഇതേ ബൈ ഇതാണ്. അപ്പോൾ ഇത് മുകളിലേക്ക് പോകും കേട്ടോ. ഇൻറ്റു സൈൻ n/x/20, അതിൻ്റെ ലിമിറ്റ് 0 to 10 പ്ലസ്. ഓക്കെ ആണോ? നല്ല നീറ്റായിട്ട് എഴുതാം കേട്ടോ. അടുത്ത ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തു. അടുത്ത ബ്രാക്കറ്റിൽ ഇത് n/20 മൈനസ് ഫ്രണ്ട് ഉണ്ട്, മൈനസ് 20/n/, 20 മൈനസ് എക്സ് ഇൻറ്റു ഡോട്ട് ഇട്ടാൽ മതി, കോസ് n/x/20. ഓക്കെ, 1 2 3 മൈനസ് ആണ്, അപ്പോൾ മൈനസ് വരും. മൈനസ് അവിടെ 20² ഇൻറ്റു സൈൻ n/x/20. വെട്ടിപ്പോകുന്നില്ല. 10 to 20 അപ്പർ ലിമിറ്റ്, രണ്ടിലും അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കണം. ഇതുവരെ ഓക്കെ ആണോ നോക്കുക. ഓക്കെ, ബോർഡ് നോക്കാതെ നിങ്ങളുടെ നോട്ടിൽ നോക്കി കറക്റ്റായിട്ട് എഴുതി പോവാം. ഇനി ഈ ഒരു ടേമിൽ മുഴുവൻ അപ്പർ ലിമിറ്റ് മൈനസ് ആ ഒരു ടേമിൽ മുഴുവൻ ലോവർ ലിമിറ്റ് കൊടുക്കുക, പ്ലസ് ഈ ഒരു ടേമിൽ മുഴുവൻ അപ്പർ ലിമിറ്റ്, ഇതിൽ മുഴുവൻ ലോവർ ലിമിറ്റ്, അങ്ങനെ കൊടുക്കുകയാണേ. സ്റ്റാർട്ട് ചെയ്യാം. ഈക്വൽ ടു 2/n/a ബ്രാക്കറ്റ് ഇട്ടു. എക്സ് കാണുന്നത് അപ്പർ ലിമിറ്റ് 10 കൊടുക്കുകയാണ്. അപ്പോൾ മൈനസ് ശ്രദ്ധിച്ചു കൊടുക്കുക, 20/n/, ഇൻറ്റു 10 ഇൻറ്റു കോസ് n/, ഇൻറ്റു 10/20. എക്സ് കാണുന്നപ്പോൾ 20 കൊടുക്കുകയാണ്. പ്ലസ് 20² നമുക്കറിയാം, 20² എത്രയാണ്? 400 അല്ലേ. 400/n²π² ഇൻറ്റു സൈൻ n/10/20. അത് അപ്പർ ലിമിറ്റ് മൈനസ് അതിൻ്റെ ലോവർ ലിമിറ്റ് താഴെ കൊടുക്കുകയാണ്. ഓക്കെ, ഞാൻ ബോർഡിൽ അവിടെ സ്ഥലം എഴുതിയ കൊളാവച്ചിട്ട് ഇവിടെ എഴുതാണ്. അതിൻ്റെ ലോവർ ലിമിറ്റാണ് എഴുതുന്നത്. നമുക്ക് ഇതിൻ്റെ ലോവർ ലിമിറ്റ് ഇല്ല, അവിടെ തന്നെ എഴുതാം അല്ലേ. അതിൻ്റെ ലോവർ ലിമിറ്റ് എഴുതാണ്. ഇവിടെ എക്സ് ഉണ്ട് അല്ലേ, എക്സിന് 0 കൊടുക്കുമ്പോൾ ഇതിൻ്റെ മൊത്തം 0 ആവേ. മൈനസ് അതിൻ്റെ ലോവർ ലിമിറ്റ് ഇത് 0 ആയി, പ്ലസ് 400/n²π² ഇൻറ്റു സൈൻ 0, അതും 0 ആയി പോയിട്ടോ. ഓക്കെ, മനസ്സിലായോ? ഇവിടെ എക്സ് ഉള്ളത് കൊണ്ട് ലോവർ ലിമിറ്റ് 0 എടുക്കുമ്പോൾ ഈ ടൈം മൊത്തം 0 ആയി പോയി. അവിടെ സൈൻ 0 ആണ്. സൈൻ n/20 ഇൻറ്റു 0 എന്ന് പറഞ്ഞാൽ സൈൻ 0 പ്ലസ് അടുത്ത ടൈം എടുത്തു. ഇവിടെ നോക്കുക, ശ്രദ്ധിക്കുക, 20 ആണ് ഇട്ട് കൊടുക്കണം. 20 ഇവിടെ കൊടുക്കുമ്പോൾ എന്താ വരും നോക്കുക, 20 ഇവിടെ കൊടുക്കുമ്പോൾ നോക്കുക, 20 - 20 എന്നല്ല വരിക ഇതിൽ അല്ലേ. ഇതിൽ കൊടുക്കുമ്പോൾ 20 ആദ്യം കൊടുക്കുമ്പോൾ 20 - 20 വരും. അപ്പോൾ അത് മൊത്തം 0 ആയി പോയി. ഈ ടൈം മൊത്തം 0 ആയി പോയി. ബാക്കി മൈനസ് 400/n²π², ബാക്കി എഴുതാനൊന്നുമില്ല, ഇത് മൊത്തം 0 ആയി പോയി, ഇൻറ്റു സൈൻ n/, ഇൻറ്റു 20/20. ഇത് അപ്പർ ലിമിറ്റ് മൈനസ് ഇതിൻ്റെ ലോവർ ലിമിറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ 10 കൊടുക്കുകയാണ്. അപ്പോൾ മൈനസ് 20/n/. ശ്രദ്ധിക്കുക, 10 കൊടുക്കുമ്പോൾ 20 - 10 അല്ല വരിക. 20 - 10 എത്ര വരിക? 10. 10 ഇൻറ്റു കോസ് n/, ഇൻറ്റു 10/20 മൈനസ് 400/n²π² സൈൻ n/, ഇൻറ്റു 10/20. ശ്രദ്ധിച്ച് കൊടുക്കുക, രണ്ടിലും അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുത്തു. ശ്രദ്ധിച്ച് കൊടുക്കുക, രണ്ടിലും അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുക. കുറച്ച് വലിപ്പമുണ്ടെന്നുള്ളൂ, പക്ഷേ കുഴപ്പമില്ല, ശ്രദ്ധിച്ചിരുന്ന് ചെയ്താൽ വലിയ പ്രശ്നമില്ലാണ്ട് ആൻസർ കിട്ടും കേട്ടോ. ഇനി ഞാനൊന്ന് സിംപ്ലിഫൈ ചെയ്യണം. എല്ലാ ബ്രാക്കറ്റുകളും കളയാണ്, എല്ലാ ബ്രാക്കറ്റും കളയാൻ പോവാണ്. ഒറ്റ ബ്രാക്കറ്റ് മാത്രമേ ഉള്ളൂ. -20 × 10 -200/n/. 10 വെട്ടി പോകുമ്പോൾ ഇവിടെ കോസ് n/2 എന്ന് കിട്ടി, പ്ലസ്
n square pi square 10 വിട്ട് ചെയ്യുമ്പോൾ sin n pi by 2 എന്ന് കിട്ടി. ഓക്കെ, ഇത് 0 ആയിപ്പോയി, sin 0 ആയിപ്പോയി. ഇവിടെ പ്ലസ് ഇത് മൈനസ് 400 n square pi square ഇൻറ്റു ഇത് വെട്ടിപ്പോയി, ബാക്കിയപ്പോൾ sin n pi എന്നാണ് വന്നത്. ഓക്കെ, sin n pi എന്ന് വെട്ടി 20 വെട്ടിപ്പോയി. മൈനസ് ഇത് കൊടുക്കുമ്പോൾ ഇത് മൈനസ് പ്ലസ് ആവും, പ്ലസ് 200 n pi ഇൻറ്റു cos n pi by 2 എന്ന് വന്നു. ഓക്കെ, മൈനസ് പ്ലസ് ആയി, ശ്രദ്ധിക്കണേ, മൈനസ് പ്ലസ് ആയി. ബാക്കി 20 × 100 തന്നെ 200 n pi 2 വെട്ടി 0 cos n pi by 2 വെട്ടി. ഈ മൈനസ് കൊണ്ട് വരുമ്പോൾ പ്ലസ് ആയി, പ്ലസ് 400 n square pi square ഇൻറ്റു sin n pi by 2 എന്ന് കിട്ടി. ഓക്കെ, ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അതിലെ 200 ഇത് രണ്ടും വെട്ടിപ്പോയി, മൈനസും പ്ലസും ആണ്. നമുക്കറിയാം sin n piയുടെ വാല്യൂ 0 ആണ്. ബാക്കിയുള്ളത് എന്താ ഇനി വെട്ടിപ്പോകാത്തത് ആര് മാത്രമേ ഉള്ളൂ? 400 n square pi square sin n pi by 2, 400 n square pi square sin n pi by 2. അത് രണ്ടും സെയിം ആണ്. ആൻസർ ഇതാണ് വരുന്നത്, 2 n pi ഇൻറ്റു 800 അല്ല 400 കൊണ്ട് 800 അല്ലേ, n square pi square ഇൻറ്റു sin n pi by 2. ഈ ഒരു ടേം മാത്രമാണ് ക്യാൻസൽ ആവാത്തത്. അതിനെ ഇതിന് മൾട്ടിപ്ലൈ ചെയ്യുക, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ആൻസർ കിട്ടുന്നത് 2 × 800 1600 അല്ലേ, 1600 ഇതും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ n cube pi cube a ഇൻറ്റു sin n pi by 2. ഓക്കെ ആണോ? ഇതാണ് cnന്റെ വാല്യൂ. ആ cn ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തത് ആ ഇൻ്റഗ്രൽ എങ്ങനെ ചെയ്യുന്നതാണ് പഠിച്ചത്, അല്ലാണ്ട് വേരിഫിക്കേഷൻ മൊത്തം പഠിച്ചില്ല, അത് നമ്മൾ ഓൾറെഡി പഠിച്ച് കഴിഞ്ഞതാണ്. ഈ കിട്ടിയ ആൻസർ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് അതിൽ ഇൻ്റഗ്രൽ. കുറച്ച് വലിയ ഇൻ്റഗ്രലാണെങ്കിലും സിമ്പിളാണ് അല്ലേ, അത്രയ്ക്ക് സിമ്പിൾ അല്ല എങ്കിലും പഠിക്കുക. ഓക്കെ, ശ്രദ്ധിക്കാം. ഞാൻ 2019 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ 2019 ഉണ്ടായിരുന്നു. അതായത് സ്ട്രിങ് സ്ട്രെച്ച്ഡ് ബിറ്റ്വീൻ 2 ഫിക്സ്ഡ് പോയിന്റ് അറ്റ് ഡിസ്റ്റൻസ് 60 സെൻറ്റിമീറ്റർ, 60 സെൻറ്റിമീറ്റർ ആണ് ഡിസ്റ്റൻസ്. ആൻഡ് ദ പോയിന്റ്സ് ഓഫ് ദ സ്ട്രിങ് ആർ ഗിവൺ ബൈ ദ ഇനീഷ്യൽ വെലോസിറ്റി. വെലോസിറ്റി തന്നിട്ടുണ്ട്, v = വെലോസിറ്റി തന്നിരിക്കുന്നത് നോക്കുക, v = ഒരു വെറൈറ്റി മോഡലാണ് നേരത്തെ ചെയ്ത പോലെ λ/x/30. അപ്പോൾ λ/30 എന്നുള്ളത് കോൺസ്റ്റന്റ് ആണ്. നേരത്തെ ചെയ്തതുപോലെ ഇവിടെ ഫംഗ്ഷൻ ആരാണ്? ഫംഗ്ഷൻ x തന്നെയാണ് കേട്ടോ. ഫംഗ്ഷൻ x തന്നെയാണ്. ലിമിറ്റ് 0 ലെസ് ദാൻ x ലെസ് ദാൻ 30. നേരത്തെ ചെയ്തതുപോലെ ഫംഗ്ഷൻ x തന്നെയാണ്. λ/30 എന്നുള്ളത് ഒരു കോൺസ്റ്റന്റ് ആണ്. അടുത്തത് λ/30 ഇൻറ്റു 60 മൈനസ് x. നേരത്തെ നമ്മൾ 20 മൈനസ് x ആണെങ്കിൽ ഇവിടെ 60 മൈനസ് x വന്നു. ലിമിറ്റ് 30 ലെസ് ദാൻ x ലെസ് ദാൻ 60. ഓക്കെയാണ്. അപ്പോൾ ഇത് നേരത്തെ ചെയ്ത അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. വ്യത്യാസം എന്താ? രണ്ട് ടേമിൻ്റെ ഫ്രണ്ടിൽ ഒരു λ/30 വന്നിട്ടുണ്ട്. ഓക്കെ, ആ λ/30 സ്റ്റാർട്ടിങ്ങിൽ ചെയ്തതുപോലെ എന്ത് ചെയ്യുന്നു? ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് ഇൻ്റഗ്രേഷൻ വരിക. രണ്ടിലും കൊടുത്തിട്ട് രണ്ടിൽ λ/30 എന്നുള്ള കോൺസ്റ്റന്റ് വരും. അപ്പം നമ്മൾ 2/n pi എന്നോ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കോൺസ്റ്റന്റ് എഴുതണല്ലേ, അതിൻ്റെ കൂടെ λ/30 കൂടെ കൊണ്ടുവരിക. അങ്ങനെ കൊണ്ടുവന്നാൽ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായി മാറും? ഇൻ്റഗ്രൽ 0 to 30 x ഇൻറ്റു sin n pi x ബൈ എല്ലിൻ്റെ ഇവിടെ 60 ആണ്, 60 dx പ്ലസ് ഇൻ്റഗ്രൽ 30 to 60 60 മൈനസ് x ഇൻറ്റു sin n pi x ബൈ 60 dx. അപ്പോൾ നേരത്തെ ചെയ്ത സെയിം ഇൻ്റഗ്രേഷൻ തന്നെയാണ് കേട്ടോ, വ്യത്യാസമൊന്നുമില്ല. നേരത്തെ ചെയ്ത സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. ഒരു λ/30 നമ്മളത് പുറത്തേക്ക് കൊടുത്താൽ മതി. അപ്പോൾ 2λ30 വെട്ടിപ്പോയി കഴിഞ്ഞാൽ അവിടെ അടുത്ത സ്റ്റെപ്പിൽ λ/15 n pi a എന്ന് എഴുതാം. എന്നിട്ട് പഴയ പോലെ ഇതിന് UV റൂൾ ചെയ്യുക, ഇതിൻ്റെ OV റൂൾ ചെയ്യുക കേട്ടോ. പക്ഷെ ശ്രദ്ധിക്കുക, അത് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. കാരണം അതിൻ്റെ കൂടെ ചോയ്സ് വന്നിരിക്കുന്നത്, ശ്രദ്ധിക്കണേ, അതിൻ്റെ കൂടെ ചോയ്സ് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് ചെയ്യിപ്പിച്ച
ഹീറ്റിലും വേവിലും ഇത് മാറ്റിയാണേ, ഇത് ആവശ്യമില്ല. ഹീറ്റിലും വേവിലും ചെയ്യിപ്പിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് ചോയ്സ് വന്നേക്കണത്. ഞാൻ നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. u(x,0) = 60 - x² എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് എടുത്ത് തന്നിട്ടുണ്ടാവും. അത് വീഡിയോയിൽ ഉണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്യാം. വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ എന്നാണ് ഓർമ്മ. റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്ത് തരാം. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ചോദിച്ചത് കൂടെ ചോയ്സ്. അതിൻ്റെ ആൻസർ ഞാൻ ഓർമ്മയുണ്ട്, എല്ലാവർക്കും ഓർമ്മയുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അത് ചെയ്യാം. ഓക്കെ, ഹീറ്റിക്കേഷൻ അറിയില്ല, അതിൽ കുഴപ്പമില്ല. ഹീറ്റിക്കേഷൻ ഞാനിപ്പോൾ എടുക്കാൻ പോവാണ് കേട്ടോ. അടുത്ത ഹീറ്റിക്കേഷൻ്റെ വലിയ പ്രോബ്ലം ചെയ്യാൻ പോവാണേ. ഓക്കെ, ക്ലിയർ. അപ്പോൾ ഇതാണ് ചെയ്തേക്കുന്നത്. അപ്പം അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട, അത്ര വലിയ ഇൻ്റഗ്രേഷൻ അറിയില്ല എന്ന് വെച്ചിട്ട് പേടിക്കണ്ട. വരികയാണെങ്കിൽ ചോയ്സ് ഇല്ലെങ്കിൽ ചെയ്യാൻ വേണ്ടി മാത്രം ഞാൻ എടുത്തതാണ് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഹീറ്റിക്കേഷനിലേക്ക് പോവാം. ഓക്കെ, പോവാലോ.